ഡിയർ ടീം, ഞാനിപ്പോൾ നമ്മളുടെ പുതിയ 9 years എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ വാറണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യുകയാണത്. നോർമലി നമ്മളിതിൽ QR കോഡ് കാണുന്നുണ്ടല്ലോ, QR കോഡിൽ നമ്മളുടെ മൊബൈലിൽ തന്നെ മൊബൈലിലുള്ള QR കോഡ് സ്കാനറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സുജാതയുടെ ഒരു ലിങ്ക് വരുന്നതാണ്. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കതിൽ ഡയറക്റ്റ് അതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വരും. അത് ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് വെബിലേക്കുള്ള ലിങ്ക് വരുന്നുണ്ട്, സെക്കൻഡ് വൺ വരുന്നത് വാട്സപ്പിലേക്കുള്ള ലിങ്ക് വരുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. ഞാനിതിൽ വെബിലേക്കുള്ള ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ ചോദിക്കും, അതിനുശേഷം ക്യാപ്ചർ ഡീറ്റെയിൽസ് ചോദിക്കും. മൊബൈൽ നമ്പർ വരുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ മൊബൈൽ നമ്പർ വേണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കസ്റ്റമറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. എൻ്റെ മൊബൈൽ നമ്പറിൽ നിന്ന് എനിക്ക് QR കോഡ് സ്കാൻ ചെയ്യാം, പക്ഷേ ഞാൻ കൊടുക്കുന്നത് കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറായിരിക്കും കൊടുക്കുന്നത്. കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഞാൻ എൻ്റെ നമ്പർ ഒന്ന് എടുത്ത് ചെയ്യുവാണത്. 1 second. 8138958197. അപ്പോൾ ഞാൻ ഇതിലേക്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ക്യാപ്ച കോഡ് ഞാൻ കൊടുക്കുകയാണ്. ഇതിൽ 7N3N. എന്നിട്ട് ഞാൻ ഇതിലേക്ക് OTP സെൻഡ് ചെയ്യുകയാണ്. അത് അപ്പോൾ എനിക്ക് OTP എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ OTP എൻ്റർ ചെയ്യുകയാണ്. ഇതിൽ ഇറ്റ്സ് 373052 ദെൻ സബ്മിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ OTP കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ് ചോദിക്കും. ഇതിൽ കസ്റ്റമർ ഡീറ്റെയിൽസ്, കസ്റ്റമറിൻ്റെ പേര്, ഡീറ്റെയിൽസ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കുക്ക് ടോപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ വാറണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വന്നിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ഡീറ്റെയിൽസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ അപ്ഡേഷൻ കൊടുക്കുന്നത്. എസ്പെഷ്യലി സ്റ്റാർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സ്റ്റാർ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസൊക്കെ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് കസ്റ്റമർ ടൈപ്പ്, കസ്റ്റമറിൻ്റെ പേര്, മൊബൈൽ നമ്പർ, പിന്നെ കസ്റ്റമറിൻ്റെ അഡ്രസ്സ്, കസ്റ്റമറിൻ്റെ സ്റ്റേറ്റ്, സിറ്റി ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം അപ്ഡേഷൻ ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഇതിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഓപ്ഷൻസ് വരും. അത് വാറണ്ടി രജിസ്ട്രേഷൻ, സർവീസ് റിക്വസ്റ്റ്, എൻ്റെ കസ്റ്റമർ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനിപ്പോൾ വാറണ്ടി രജിസ്ട്രേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഇതിൽ അപ്പോൾ വാറണ്ടി രജിസ്ട്രേഷൻ ചോദിച്ചു കഴിയുമ്പോൾ ഇതിൽ ചോദിക്കും ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് മീൻസ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം അപ്ലയൻസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഹോം അപ്ലയൻസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണത്. മിക്സർ ഗ്രൈൻഡർ സെലക്ട് ചെയ്തു. മോഡൽ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളുടെ MG01 റെഡ് ബ്ലാക്ക് കൊടുക്കുകയാണത്. MG01 റെഡ് ബ്ലാക്ക് കൊടുത്തു. അതിനുശേഷം പർച്ചേസ് ഡേറ്റ് ചോദിക്കും. ഇത് പർച്ചേസ് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ 11/8/25 എന്നുള്ള ഡേറ്റ് ഞാൻ കൊടുത്തു. ഇവിടെ പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. സോഴ്സ് ഓഫ് പർച്ചേസിൽ ഡീലറുണ്ട്, അതേഴ്സ് ഉണ്ട്, മോഡേൺ റീറ്റെയിലർ ഉണ്ട്. നമ്മൾ നോർമലി ഡീലറാണ് കൊടുക്കേണ്ടത്. മോഡേൺ റീറ്റെയിൽ എന്ന് വരുന്നത് ഡിഫറെൻ്റ് ആണ്. അതേഴ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ എല്ലാം വരുന്നതാണത്. അപ്പോൾ ഞാനത് അപ്ഡേഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ലാസ്റ്റായിട്ട് ഒരു വ്യൂ ആൻഡ് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞുള്ളത്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് കോപ്പി ഉണ്ടാവും. ആ ഇൻവോയ്സ് കോപ്പി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി, നമ്മളുടെ വാറണ്ടി രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമറിന് ഓട്ടോമാറ്റിക് ഒരു മെസ്സേജും വരും. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.